പ്രാർത്ഥന. കാരാത്തോട് GM-LP സ്കൂളിൻ്റെ 106-ാം വാർഷികവും അതോടൊപ്പം ഈ വിദ്യാലയത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ ശ്രമഫലമായി ലഭിച്ച 125 ലക്ഷം, അതായത് 1.25 കോടി രൂപയുടെ വികസന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പൊതു ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കടമ. നിങ്ങൾക്കറിയാം, നമ്മുടെ വിദ്യാലയം ഏകദേശം 680-ലധികം കുട്ടികൾ പഠിക്കുന്ന, പ്രൈമറി കുട്ടികൾ പഠിക്കുന്ന 1 മുതൽ 4 വരെ, നഴ്സറി ക്ലാസ് മുതൽ പ്രീ പ്രൈമറി മുതൽ 4-ാം ക്ലാസ് വരെ ഒരുപാട് കുട്ടികൾ എന്ന് വെച്ചാൽ 600-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ പ്രൈമറി വിദ്യാലയമാണ്. എന്നാൽ ഈ വിദ്യാലയത്തിനുള്ള ചില പരിമിതികളുണ്ട്. ആ ഒരു പരിമിതിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ക്ലാസ് റൂമുകളുടെ അഭാവവും, കുട്ടികൾ ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികൾ വളരെ സാന്ദ്രതയേറിയ ക്ലാസ് റൂമാണ്. അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. എങ്കിലും അതിനൊരു പരിഹാരമായിട്ട് പലപ്പോഴും പല വേദികളിലും നമ്മൾ അതിന് പരിഹാരങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കണക്കിലെടുക്കുകയും നമ്മുടെ വിദ്യാലയത്തിന് സാധ്യമാവുന്ന രൂപത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള കെട്ടിടത്തിന് മുകളിൽ 2 റൂമും അതോടൊപ്പം അതിൻ്റെ മുകളിൽ ഒരു വിശാലമായ കോൺഫറൻസ് ഹാളും അതുപോലെ വിദ്യാലയത്തിൻ്റെ മുഴുവൻ കോമ്പൗണ്ടും ഷീറ്റിട്ട് കുട്ടികൾക്ക് മഴയും വെയിലും കൊള്ളാത്ത രൂപത്തിൽ പ്രവർത്തന സജ്ജമാക്കുകയും വിദ്യാലയത്തിന് നല്ലൊരു ചുറ്റുമതിലും അതുപോലെ തന്നെ വിദ്യാലയത്തിൻ്റെ ബാത്റൂം അതുപോലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പുനഃക്രമീകരിക്കാനും അതോടൊപ്പം മൊത്തം കോമ്പൗണ്ടും വിദ്യാലയം മൊത്തത്തിൽ ഒരു വികസനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാനും മൊത്തം പെയിൻറ്റിങ് എല്ലാം അടക്കമുള്ള മുഴുവൻ ഫണ്ടിങ്ങിനും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ, നിങ്ങൾക്കറിയാം, അവരും എല്ലാവരും കൂടി ശ്രമഫലമായിട്ട് PWD സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 125 ലക്ഷം രൂപ നമുക്ക് പാസ്സായി അതിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ 106-ാം വാർഷികവുമാണ്. നമ്മുടെ MLA ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഉടനെ ഈ വേദിയിലെത്തും. ആദ്യമായിട്ട് ഈ യോഗത്തിലെ അധ്യക്ഷം വഹിക്കുന്നത്
നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് മൻസൂർ കോയത്തങ്ങൾ അവർകളാണ്. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഊരകം പഞ്ചായത്തിന്റെ കരുത്തനായ സാരഥിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ MLA. അദ്ദേഹം വേദിയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ MLA, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഈ ഫണ്ട് വേണ്ടിയിട്ട് അതിന് ഒരുപാട് അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ വേദിയിലെത്തി. അദ്ദേഹത്തെയും വളരെ ആദരവപൂർവ്വം സന്തോഷപൂർവ്വം GMLP കാരാത്തോടിന്റെ പേരിലും ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വളരെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഈ യോഗത്തിന്റെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇനി ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഊരകം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹംസ TP, അദ്ദേഹവും നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവർ, നമ്മുടെ എപ്പോഴും നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു അധികപ്പറ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ PK അബൂ താഹിർ അവറുകൾ, അദ്ദേഹവും ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചവരാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ സ്കൂളിന് വേണ്ടിയും ഈ നാട്ടുകാർക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ ഇവിടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇനി ഈ യോഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട AIO പ്രമോദ് സാർ, അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചൊരു ഇതിലാണ്, അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് സാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വേങ്ങര BRC BPC നൗഷാദ് സാറ്, അദ്ദേഹവും വരാൻ സാധ്യത പറഞ്ഞിരുന്നു, പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് പിന്നീട് ഇതിലെ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ മൊയ്തീൻകുട്ടി മാഷ്, നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എവിടെയും മുട്ടിക്കൊണ്ടിരിക്കുന്ന, എന്തിനു വേണ്ടി എന്താവശ്യങ്ങൾക്കും അദ്ദേഹമാണ് ഇത് ഓടി നടക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാനോ കഴിയില്ല. അദ്ദേഹത്തെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ PTA പ്രസിഡന്റ് ആദരണീയനായ മർസൂഖ്, ഒരുപാട് കാലമായിട്ട് ഇവിടെ PTA പ്രസിഡന്റാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിന്റെ HM അഷ്റഫ് മാഷ് വഴിയിലാണ്, ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ MTA പ്രസിഡന്റ് ശ്രീമതി സുലോചന, അതുപോലെ നമ്മുടെ മുൻ HM ഇവിടുന്ന് റിട്ടയറായി പോയ മറിയമ്മ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നാട്ടുകാരെയും, മുഴുവൻ കുട്ടികളെയും, അതുപോലെ തന്നെ ഈ നമ്മുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലബിലെ മെമ്പർമാരുണ്ട്, അതുപോലെ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തകരെ, പൊതുപ്രവർത്തകർ എല്ലാവരെയും വേദിക്ക് സമീപത്തുണ്ട്. അവരെല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. കാലഘട്ടത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പുതിയ ട്രെയിനിങ് കിട്ടിയ, പുതിയ നൂതന രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയ പ്രിയ അധ്യാപകരും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് നൂതന ലെവലിലുള്ള പുതിയ ഒരു ജനറേഷന് ആവശ്യമുള്ള രൂപത്തിലുള്ള ഡിജിറ്റൽ സംവിധാനം ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ സാധ്യമായിട്ടുണ്ട്. ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ വേണം. നേരത്തെ പറഞ്ഞ പോലെ 600 ജില്ലാ കുട്ടികൾ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ ക്ലാസ് റൂമുകളുടെ പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മെമ്പർ അബൂ താഹിറിൻ്റെ ശ്രമപരമായി നമ്മുടെ ബഹുമാനായ MLA അദ്ദേഹം പഠിച്ച സ്കൂളുകളിൽ നിന്നുള്ള ഒരു കണക്കിലെടുത്തും കൊണ്ട്
മന്ത്രിയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1,25,00,000 രൂപ നമ്മുടെ വികസനത്തിലേക്ക് ആയി കിട്ടിയിട്ടുള്ളത്. ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നതിനും അതിന് മേലൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നതിനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നത്. ഇന്ന് നമുക്ക് ഇനി ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സഹായ സഹകരണങ്ങളും ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും പരിമിതികളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഇനിയും ആവശ്യമുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മത്സരത്തിൻ്റെ കാലഘട്ടമാണ്. ആ മത്സരത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. അവർക്ക് മെച്ചപ്പെട്ട ആധുനിക ലെവലിലുള്ള വിദ്യാഭ്യാസം നമ്മളെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. 1ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിൽ നിന്നും 3, 4 ക്ലാസ്സുകളിൽ LP സ്കൂളുകളിൽ ആ കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ നമ്മളെ കുട്ടികൾ മുന്നോട്ടുള്ള ഗമനത്തിൽ അവർക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടണം. അതോടൊപ്പം തന്നെ പാഠ്യ പദ്ധതികളിലും പാഠ്യോത്തര വിഷയങ്ങളിലും നമ്മളെ കുട്ടികൾ മികച്ചു നിൽക്കണം. ഇപ്പോൾ നമ്മളെ കുട്ടികൾ കലോത്സവങ്ങളിലൊക്കെ വാരിക്കൂട്ടിയ അവാർഡ് ഇവിടെ കൂടുന്ന നമ്മൾ അവാർഡ് കൊടുക്കുകയും കുട്ടികളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ ഇതിനെ കരുത്തേക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ അവർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിങ്ങും കാര്യമൊക്കെ കൊടുക്കും. എന്നാലും നമ്മൾ വിദ്യാർത്ഥിനികളെ തയ്യാറാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ കടമയാണ്. അവർക്ക് കൂടി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളതിൽ നമ്മളെ കുട്ടികൾക്ക് മത്സരിച്ച് ജയിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതിനനുസരിച്ചുള്ള രൂപത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകർക്ക് കൂടെ നിന്ന് കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ PTA നല്ല PTA ഒക്കെ ഉണ്ട്, MTA PTA ഒക്കെ ഉണ്ട്. ഇവരിൽ കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും ആകെത്തുക എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാ നിലക്കും കുട്ടികളെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുട്ടികളെ ഭാവിയിൽ വരാൻ പോകുന്ന പൗരന്മാരാണ്. ആ പൗരന്മാരെ വാർത്തെടുക്കുന്നതിനുള്ള പ്രൈമറി വിദ്യാഭ്യാസമാണ് നൽകുന്നത്. ഏത് മേഖലയിൽപ്പെട്ടായാലും, ഡോക്ടറായാലും എഞ്ചിനീയറായാലും കലക്ടറായാലും ഇനി മന്ത്രിയായാലും ഏത് മേഖല, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ നിന്ന് പോയ ആളാണ് മന്ത്രിയായി. ഇങ്ങനെ ഈ ഇരിക്കുന്ന കുട്ടികൾ എങ്ങനെയൊക്കെ ഭാവിയുള്ള കുട്ടികളെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവർക്കൊക്കെ അടിത്തറമായുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. 106 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ തലമുറകളെ പഠിപ്പിച്ച സ്കൂളാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്കൂളിൻ്റെ മഹത്തായ പരിപാടി വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകളും ഇനി ആവശ്യമുള്ള സംഗതികളും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങളെ മെമ്പർ അതിന് ഉഷാറുമാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ ഉഷാറുമാണ്. ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും ചെയ്യും, MLAയും MP യും ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആവശ്യമുള്ള സംഗതികൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി വേങ്ങര സബ് ജില്ലാ കലോത്സവ വിന്നേഴ്സിനുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സയ്യിദ് മൻസൂർ കോയ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുഹമ്മദ് ഇസാൻ PK കന്നഡ പ്രസംഗം ഫസ്റ്റ് വിത്ത് A ഗ്രേഡ്. ഫാത്തിമ NK മലയാളം ആക്ഷൻ സോങ് ഫസ്റ്റ് വിത്ത് A ഗ്രേഡ്. അറബിക് ആക്ഷൻ സോങ് A ഗ്രേഡ്. അടുത്തത് സുഹദ ബത്തുൾ. ശേഷം നക്ഷത്ര. മുഹമ്മദ് ഈസ.
ഫാത്തിമ എൻ കെ. ശ്രിത. ശേഷം ഫാത്തിമ സെൽവ. ദിയ ഫെബി. ലിബാൻ. സമ്മാനദാനത്തിന് വേണ്ടി അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഊരകം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹംസ ടി.പിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള മൻസൂർ ഭായ തങ്ങൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ സ്കൂളിൻ്റെ HM സ്വാഗതം ആശംസിച്ച കുഞ്ഞുമാമ സാറ്, നമ്മുടെ ഈ വാർഡിൻ്റെ പ്രഗത്ഭനായ മെമ്പർ അബു താഹിർ, നമ്മുടെ ഇവിടുത്തെ PT പ്രസിഡന്റ് മർസൂഖ്, അതുപോലെ മുഹമ്മദ് മറിയം ടീച്ചർ, നമ്മുടെ വേദിയിലുള്ള വിശേഷ കുട്ടികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നമ്മുടെ ഈ സ്കൂളിൻ്റെ നല്ലൊരു 126ാം വാർഷികമാണ്. അതുപോലെ 125 ലക്ഷം രൂപ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വക കിട്ടുകയും ചെയ്തു. ഏതായാലും ഇനിയും ഈ സ്കൂൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തിക്കുന്നു. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഹംസ സാഹിബിനെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെഹന അഷ്റഫ്. ആയിഷ സന. ആയിഷ നാസ്നി. ആയിഷ ഹന. ആയിഷ സഹ്വ. ആയഷ്. അടുത്തതായിട്ട് ഈ ഉദ്ഘാടന ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അബൂ താഹിർ അവരുടെ ക്ഷണിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ഊരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ അവർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സ്വാഗതം ആശംസിച്ച കുഞ്ഞുമാമൻ മാസ്റ്റർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷമായ നിമിഷങ്ങളാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ ഈ കാരാത്തൂർ GMLP സ്കൂളിൻ്റെ പഠന ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഫണ്ടിൻ്റെ വർക്ക് പൂർത്തീകരണത്തോടു കൂടി നമുക്കുണ്ടാവും. അതിൻ്റെ ഭംഗിയായുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ആ 1.25 കോടി രൂപയിൽ എസ്റ്റിമേറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യമായുള്ള പഠന ആവശ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡിലുള്ള ഏതൊരു കാര്യത്തിനും ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ ചോദിച്ചെല്ലാം MLA ആണെങ്കിലും പഞ്ചായത്ത് ബോർഡാണെങ്കിലും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടു കൂടി തന്നെ ആ കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിനാവശ്യമായുള്ള എല്ലാ ഫണ്ടുകളും വകയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വാർഡുകളിലെ സ്കൂളായാലും മറ്റ് റോഡുകളാണെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ
ഒരു മെമ്പറിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഒരു കൂട്ടായ പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മളെല്ലാം പ്രിയകരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സ്കൂളിൽ നമുക്ക് വേണ്ടി തന്നത് 125 ലക്ഷം, അതായത് 1.25 കോടി രൂപ മറ്റുള്ള എല്ലാ സ്കൂളിനെക്കാളും കൂടുതലായിട്ടാണ് നമുക്ക് ഈ സ്കൂളിൽ തന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 106 വർഷത്തിൽ പല ആളുകളും, അദ്ദേഹം അടക്കമുള്ള പല ആളുകളും, പല പദവിയിലിരിക്കുന്ന ആളുകളെല്ലാം പഠിച്ചു പോയ സ്കൂളാണിത്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരും കാലങ്ങളിൽ നമ്മളുടെയും ആ സ്കൂളിൻ്റെയും ഈ നാട്ടുകാരുടെ എല്ലാം സ്വപ്നമായ അതിനാവശ്യമായ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു അഭാവം കൂടി അതിനുണ്ട്. വരും കാലങ്ങളിലും അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും MLA വഴിയും പഞ്ചായത്ത് വഴിയും എല്ലാം അതിനാവശ്യമായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സ്ഥലം ഏറ്റെടുക്കുക, അതിനു വേണ്ട ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുക എന്ന് പറഞ്ഞത്, അതിനായുള്ള സൗകര്യത്തിലുള്ള സ്ഥലം കിട്ടലും ബാക്കിയുള്ള അതിനു വേണ്ട ഫണ്ടുകൾ കിട്ടലെല്ലാം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വരും കാലങ്ങളിൽ ഇതുപോലുള്ള പരിപാടികളെല്ലാം നമ്മൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ വെച്ച് നടത്തണം എന്നാണ് എൻ്റെയും പഞ്ചായത്തിൻ്റെയും MLAൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ നമ്മളെ പ്രവൃത്തി അതിന് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നമ്മളിവിടെ തരികയാണ്. കാരണം ഈ വർക്ക് കഴിഞ്ഞോട് കൂടി സ്കൂളിന് പഠന ആവശ്യമായുള്ള എല്ലാ ആവശ്യങ്ങളും ആ സ്കൂളിൽ ലഭ്യമാവും. എന്നാൽ ഒരു സ്കൂളിൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിന്മേ പഠനത്തിൻ്റെ പുറമെ കലയും കായികവും എല്ലാം നിറഞ്ഞു വരുന്നപ്പോഴാണ് ശരിക്കും ഒരു വിദ്യാർത്ഥിയുടെ പഠനങ്ങൾ പൂർത്തിയാക്കുന്നത്. നമുക്കറിയാം, LP സ്കൂളിലായാലും UP സ്കൂളിലാണെങ്കിലും കാരാത്തോടിനെ സംബന്ധിച്ച് 2 സ്കൂളുകളും ഏറ്റവും എല്ലാ അധ്യാപകരും PTA-യും മറ്റെല്ലാ ആളുകളും എല്ലാ കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യം സഹകരിച്ചാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ 2 സ്കൂളിലെ പേരുകളും പല സ്ഥലങ്ങളിലും ഇപ്പോഴും വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അക്കാദമിക മികവിന്റെ സമ്മാന വിതരണം നടത്തുന്നതിനു വേണ്ടി ഊരകം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ബഹുമാന്യനായ ശ്രീ PK അബു താഹിറിനെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിയ ഫാത്തിമ, ശേഷം ആദ്യ, റുഷ്ദ റഷീദ്, ഫാത്തിമ മുഫ്ലി, ജസാ മഹ്റി, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SMC മെമ്പറും ഈ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തകനുമായ ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്റർ അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനും ഊരകം പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനും പഞ്ചായത്ത് പ്രസിഡന്റുമായ ആദരണീയനായ മൻസൂർ കോയത്തങ്ങൾ അവരുകളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവരുടെയും പ്രിയങ്കരനായ PK കുഞ്ഞാപ്പ അവരുകളെ, മറ്റിവിടെ സ്റ്റേജിൽ വിവിധ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് സമാധാനം നടത്തി വിദ്യാർത്ഥികൾക്ക് ഹരം പകർന്ന ഈ വാർഡിൻ്റെ മെമ്പർ അബു താഹിർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഹംസ, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് മർസൂഖ്,
ഈ വിദ്യാലയത്തിൻ്റെ പ്രഥമാധ്യാപകൻ കുഞ്ഞോമുദ് മാഷർ, അതുപോലെ തന്നെ ആയിഷ ടീച്ചർ, സുലോചന ടീച്ചർ, മറ്റിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഈ വിദ്യാലയത്തിലെ അധ്യാപികമാരെ, അധ്യാപകരെ, എല്ലാവരും പറഞ്ഞതുപോലെ ഈ ദിവസം തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഞാൻ ഇവിടുത്തെ മെമൻറ്റോകളും സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും കൊടുത്ത് നമ്മളിങ്ങനെ നീണ്ടുപോകുന്ന പട്ടിക കാണുമ്പോൾ നമ്മളെല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. ഇത്രയും സമ്മാനാർഹമായ കുട്ടികൾ ഒരു LP സ്കൂളിൻ്റെ പരിധിയിൽ ഉൾപ്പെടുമോ എന്നുള്ള സംശയമാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ വിദ്യാലയം എന്ന് പറഞ്ഞത് കാരാത്തോട് GMLP സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയം നാളുകളായിട്ട്, മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാര്യമായിട്ട് നാട്ടുകാരല്ല, ഇവിടുത്തെ അധ്യാപകര്, അധ്യാപികമാര്, രക്ഷിതാക്കള്, PTA-ക്കാര്, ഒപ്പം നാട്ടുകാരായ സുഹൃത്തുക്കളും, നിങ്ങൾ എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിദ്യാലയം ഇങ്ങനെ ഉന്നതിയിലെത്താനുള്ള കാരണം. ഞാൻ ബഹുമാന്യനായ MLA 1.25 ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. 1.25 കോടി രൂപയുടെ. പക്ഷേ അതിലധികം പൈസ നമുക്ക് അനുവദിച്ചിരുന്നു. നമ്മൾ എവിടെ അത് ഉൾക്കൊള്ളുക? 2 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ചു തന്നത്. നമ്മൾ എവിടെ കെട്ടും? സ്വർണം കൊണ്ട് വാതിലിട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വർണം കൊണ്ട് അതിന് കട്ടിലൊക്കാൻ പറ്റുമോ? അത് നിയമം അനുവദിക്കില്ല. അതുകൊണ്ടാണ് 1.25 കോടി ഞങ്ങൾ ഒതുക്കിയത്. ഇനി അതിനൊരു 5ാം നില കെട്ടാനാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റും അനുവദിക്കൂല. അങ്ങനെ ഒരു വിഷമസ്ഥിതിയിൽ എത്തിയപ്പോൾ നമ്മുടെ ഹെഡ്മാഷും മാഷും എല്ലാവരും കൂടിയിട്ട് തീരുമാനത്തിനുള്ള ഒരു സൗകര്യം കൊടുക്കിയിട്ട് അവിടെ ഒരു പോലീസ് പട്ടാള മേഖലയൊക്കെ വരുന്നുണ്ടാണല്ലേ, ഒരു കാവൽക്കാരുണ്ട്. അതിനും കൂടി ഞങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ വിദ്യാർത്ഥികളെ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട് ഹൗസ് വേണം അവിടെ. പക്ഷെ അതിനെ ഗവൺമെന്റ് ആളെ നിയമിക്കുള്ള വേറെ കാര്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് PTA-കാരെ നിയമിക്കണം. ഏത് കുട്ടികളില്ലേ, ആ കുട്ടി എല്ലാവരും കൂടിയിട്ട് വേണമെങ്കിൽ ചെറിയൊരു സമ്മാനം അവർക്ക് കൊടുത്തിട്ട് അവർ പിരിവെടുത്തിട്ട് അവർക്ക് കൊടുക്കാം. അതിന് രക്ഷാക്കാൻ തയ്യാറാവും. ഇല്ലേ? തയ്യാറാവും. എനിക്കറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ. ഞാനിവിടെ പഴയ സ്കൂളിന്റെ പേര് എല്ലാവർക്കും അറിയാം. വർഷത്തിന് അറിയില്ലേ? ഈ സ്കൂളിന്റെ പേര് അറിയാം. GMLP സ്കൂൾ കാരാത്തോടല്ല, തേങ്ങാക്കൂട് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തേങ്ങാക്കൂട് സ്കൂള് എന്റെ മകൻ അവിടെ പഠിച്ചിരുന്നു. ഞാനൊരു ദിവസം വന്നപ്പോഴുണ്ട് ടീച്ചർ ഇങ്ങനെ മാന്തണു, വലിയൊരു പെരിച്ചായി വന്നിട്ട് അവിടെ സ്കൂളിന്റെ അടിയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു, മാഷ എന്താ വഴി ചോദിച്ചു. തൽക്കാലം ഇങ്ങോട്ട് മൂടിയിട്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന് എലിവേഷൻ കൊടുത്ത് വെക്കാം. തൽക്കാലം അതേ മാർഗമുള്ളൂ. അങ്ങനത്തെ ഒരു വിദ്യാലയം തേങ്ങാക്കൂട് വിദ്യാലയമാണ്. ഇന്നൊരു സ്വർണ്ണക്കൂട് വിദ്യാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വർണ്ണക്കൂടാണ് അവിടെ. ഇങ്ങനെ ഉള്ളിൽ ചെന്ന് നോക്കണം. നജീബ് മാഷി, അതുപോലെ മറ്റു അധ്യാപകരെ, അധ്യാപികമാരെ എല്ലാവരും കൂടിയിട്ട് ഞാനിങ്ങനെ ചെന്ന്, ഞാനും സ്കൂളിൽ അധ്യാപകനായിരുന്നു 32 കൊല്ലം. അവിടെ ഒന്നും ഇത്തരം സൗകര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എനിക്ക് സാധിച്ചിട്ടില്ല. എന്തൊരു സെറ്റപ്പ്! ഞാൻ ഏകദേശം മലപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോഴേ പാണക്കാട് വിട്ടാൽ പിന്നെ എന്റെ കണ്ണ് ഈ സ്കൂൾ എടുത്തിയാന്നുള്ള. ഈ സ്കൂൾ എപ്പോഴാണ് എത്തിയാന്നുള്ളത്? അവിടെ കുട്ടികൾ ആരെങ്കിലും പുറത്തുണ്ടോ? അച്ചടക്കം ഉണ്ടോ? അനുസരിക്കാൻ കാണുന്നുണ്ടോ? ഇല്ല. ഉറുമ്പ് വീണാൽ കേൾക്കാത്ത അത്രയും അനുസരണയോടുകൂടി, അച്ചടക്കത്തോടുകൂടി നിങ്ങളെ വിദ്യാർത്ഥികളെ അവിടെ സംരക്ഷിച്ചു പോരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാരാത്തോടുള്ള കുട്ടികളല്ല അവിടെ സ്കൂളിൽ വിദ്യാർത്ഥി പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, മാഷ് കാരാത്തോടല്ലേ? അതന്നെ കാരാത്തോടാണ്. ഇവിടെ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് സമ്മതിക്കുന്നത് പറയാൻ പാടില്ല.
എന്നിട്ട് പലരും പറയും അതുപോലെ വേറെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്ന പ്രൈവറ്റ് സ്കൂളിലാ പറയുന്നത്. ഇവിടുന്ന് 4-5 കുട്ടി അങ്ങോട്ട് പോയാൽ ഞങ്ങൾ ടീച്ചർക്ക് പോസ്റ്റ് ചെയ്യും. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ നിങ്ങൾക്കിപ്പോ നമ്മളെ മെമ്പർ അബൂത്താരോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാണെന്ന് തങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി TV ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് പഞ്ചായത്തിനെയും MLA-യും ഒക്കെ നമുക്ക് സമീപിക്കാം. അതിൻ്റെ ഒരു ആദ്യ നടപടി എന്ന നിലയിൽ 2 ആഴ്ച മുന്നേ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പഞ്ചായത്ത് MLA-ക്കും പഞ്ചായത്തിന് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബസ്സിന്റെ കുറവുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് സ്വന്തമായിട്ടില്ല. കുടിവെള്ളമുണ്ട്, കുടിവെള്ളത്തിന് ഒരു പ്രശ്നമൊന്നും വരില്ല, സ്വന്തമായിട്ടില്ല. അതിനുള്ള ചില പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ LSS-ന്റെ കുട്ടികൾ, എത്ര കുട്ടികളെ LSS 2-3 കുട്ടികളാണ് പല LP സ്കൂളിലും LSS പാസ്സായിരുന്നത്. ഇവിടെ എത്രയാണ് മാഷെ നജീബ് മാഷെ? 8 കുട്ടികൾ പാസ്സായി. 9 കുട്ടികള്. ചില്ലറ വിജയല്ല. ഞാനൊക്കെ പഠിപ്പിച്ച സ്കൂളിൽ ഒറ്റൊന്നും കിട്ടിയില്ല. വേറെ കാര്യം, ഒറ്റൊന്നും കിട്ടിയില്ല. ഏതോ ഒരു കൊല്ലം ഒന്ന് കിട്ടി. അതൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നു. ഇവിടെ കൊല്ലം 8ഉം 9ഉം 10ഉം കുട്ടികളങ്ങനെ ഫോട്ടോ ഇങ്ങനെ തൂങ്ങുകയാണ്. അപ്പൊ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ട് ഈ കുട്ടികൾ ആരോഗ്യ മേഖലയിൽ, പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയണ്ട. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന് കയറിയ കൂടെ കല്യാണം വിചാരിച്ചു ഇവിടെ ബിരിയാണി, കുഴിമന്തി, നെയ്ച്ചോറ്, എന്തൊക്കെയാണ് ഉച്ചക്കത്തെ വിഭവം എന്നറിയാം. സാധാരണ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു മാഷ് ചോദിച്ചു, മാഷ് ഇതൊക്കെ ഫണ്ടൊക്കെ ഒത്തു പോകുന്നുണ്ട്. മാഷ് ഫണ്ടിട്ടാതെ വിഷമിക്കുന്നു. കുട്ടികളെ കാര്യത്തിൽ യാതൊരു ഒരു കുറവും മാഷ് വെക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി. അപ്പൊ നമ്മളെ കുട്ടികളെ പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞാൻ 10 മിനിറ്റ് നേരം അവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. 10 മിനിറ്റ് നേരം പല സ്കൂളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അവതരിക്കാൻ പോയിട്ടുണ്ട്, മാർക്കിടാൻ പോയിട്ടുണ്ട്, കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല നിലയിൽ ഒരു സ്കൂളിലെ ഒരു LP സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാരംഗത്തെ അവതരിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് 1000 നന്ദി ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. എല്ലാ മേഖലയിലും ആരോഗ്യ മേഖല വളരെ സുരക്ഷിതമാണ്. നിങ്ങൾ കുട്ടികളെ പറഞ്ഞയച്ചാല് കുട്ടിക്കൊരു പനി വന്നാൽ അധ്യാപകർ ആദ്യം വിളിക്കുന്ന രക്ഷാക്കന്മാരെ അല്ല, അധ്യാപകർ വിളിക്കുന്നത് ഡോക്ടറെയാണ്. എന്ന് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് അവർ രക്ഷാക്കന്മാരെ വിളിക്കല്. സാധാരണഗതിയിൽ അങ്ങനെയല്ല എല്ലാ സ്കൂളിലും. ചില സ്കൂളിൽ കേട്ടോ അവരെ ഉടൻ രക്ഷാക്കന്മാരെ വിളിക്കും. അതതിൻ്റെ ഒരു മെത്തേഡല്ല. ഈ വിദ്യാലയം അതിനും ഒരു മാതൃകയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാലിയേറ്റീവിന്റെ ഒരു പ്രവർത്തനം നടത്തി, ഒരു ഫണ്ട് ശേഖരണം നടത്തി. ജനുവരി 15-ന് ഊരകം പഞ്ചായത്തിലെ കിട്ടിയിടത്തോളം സംഖ്യയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ കിട്ടിയ വിദ്യാലയം ഊരകം കാരാത്തോട് GMLP സ്കൂളാണ് എന്ന് പറയുന്നതിൽ അതിന്റെ ഭാരവാഹി എന്ന നിലയ്ക്ക് അഭിമാനമുണ്ട്. 2ാം സ്ഥാനം നമ്മൾ UP സ്കൂളിലുണ്ട് കേട്ടോ. UP സ്കൂളിന്റെ 1ാം സ്ഥാനം ഇവർക്കുണ്ട്. നമ്മൾ UP സ്കൂൾ തന്നെയാണ്. LP-ന്റെ 1ാം സ്ഥാനം കാരാത്തോട് LP-ക്കും, UP-ന്റെ 1ാം സ്ഥാനം കാരാത്തോട് UP-ക്കും. അപ്പൊ എല്ലാ മേഖലയിലും നമ്മൾ തിളങ്ങി വിലസി നിൽക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളുടെയും ഒരു പവർ സ്റ്റേഷനായി ഊരകം കാരാത്തോട് GMLP സ്കൂൾ മാറിയിരിക്കുന്നതിനെ മാറട്ടെ. 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശം നേർത്തുകൊണ്ടുവാക്കുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യും. അക്കാദമിക മികവിന്റെ സമ്മാന വിതരണത്തിനായി ബഹുമാന്യനായ SMC മെമ്പർ ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്ററെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹൃദ്യ സജീവ്, ഫാത്തിമ നുഹ, ഫാത്തിമ നഷ്വ,
നാജിയ കെ പി. റന ഫാത്തിമ. അടുത്തതായി ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിലെ മുൻ എച്ച്.എം. മറിയമ്മ ടീച്ചർ അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നേരം കുറേ ആയില്ലേ? ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല. ഏതായാലും 106ാമത്തെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികവും പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനവും സംയുക്തമായിട്ട് നടക്കുന്ന ഈ സമയത്ത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരാൻ ഭാഗ്യം കിട്ടിയതിന് നമ്മുടെ സ്കൂളിനെയും ഈ നാടിനെയും ഞാൻ ഏറെ സന്തോഷത്തോടെ കാണുകയാണ്. അതിനുള്ള നന്ദി നിങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ പോയിട്ട് ഇപ്പം 4 വർഷം ആകാനായി തുടങ്ങി അല്ലേ? ഇന്നലെ പോലെ തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ നടന്നിരുന്നത്. ഈ 4 വർഷത്തിനിടയ്ക്ക് എപ്പോഴും ഞാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ കാണാറുണ്ട്. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെയുള്ളവർ എന്നെ എല്ലാം അറിയിക്കാറും കാണിക്കാറുമുണ്ട്. വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഞാൻ കണ്ടിട്ടുള്ളത്. പല സമയങ്ങളിലും എനിക്ക് ഏറെ കൗതുകം തോന്നിയിട്ടുണ്ട്. ഈ 4 വർഷത്തിനിടയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക പരിശീലനമൊക്കെ അധ്യാപകർക്ക് കിട്ടിയത് കൊണ്ട് ആവാം ഒരുപാട് മെച്ചം നമ്മുടെ കുട്ടികൾ കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഈ വർഷം നമുക്ക് കിട്ടിയ അറബിക് ഓവറോളും പ്രീ പ്രൈമറി ഓവറോളും കലാമേളയിൽ കിട്ടിയത്. അത് വലിയൊരു നേട്ടമാണ്, വലിയൊരു സ്വപ്നമാണ് അല്ലേ? കുട്ടികളുടെ ഇത്രയും കഴിവുള്ള അവർ പ്രകടിപ്പിക്കുന്ന ഓരോ ചലനവും മുദ്രയും ഒക്കെ നോക്കി നിന്നാൽ നമുക്കൊരു അത്ഭുതം തോന്നും. നമ്മുടെ കുഞ്ഞു മക്കളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. മുൻപ് എനിക്ക് ഇത്ര ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല കുട്ടികളുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഇവർ അയച്ചു തന്നതൊക്കെ പലവട്ടം കണ്ട് ഞാൻ അങ്ങനെ സായുജ്യ അടയലാണ്. എന്തായാലും മാത്രമല്ല, പഠനേതര മികവിലല്ല പാഠ്യമികവിലും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ വിദ്യാലയം ഇന്ന് നിൽക്കുന്നത്. 9 കുട്ടികൾക്ക് LSS കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു മികവ് വേറൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ തന്നെയാണ് ഞാൻ ഏറ്റവും ആദ്യം അഭിവാദ്യം അർപ്പിക്കുന്നത്. ഒരു LSS കിട്ടിയിട്ടോ അല്ലെങ്കിൽ കലാമേളയിലോ മറ്റോ ഒക്കെ ഉന്നത വിജയം നേടിയിട്ടോ ആ സ്റ്റേജിൽ നിന്ന് കയറാൻ കഴിഞ്ഞിട്ടോ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ മനസ്സിലുള്ള സന്തോഷത്തിനേക്കാളും എത്രയോ മടങ്ങാണ് അതിനു വേണ്ടി പിന്നിൽ പ്രയത്നിച്ച ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് ഉള്ളത്. അതിലവർക്ക് എന്തെങ്കിലും വീഴ്ച കുട്ടികൾക്ക് സംഭവിക്കുന്നത് കണ്ടാൽ അവരുടെ മനസ്സ് നോവുന്നതും ആ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകനും അധ്യാപികക്കുമാണ്. ഒരുപാട് അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെ ആ സമയത്തൊക്കെ ഓരോ വിവരങ്ങൾ അറിയിക്കുമ്പോൾ അവരുടെ സന്തോഷ ഉത്സവം കാണുമ്പോൾ ഇത്ര വിശാലമായിട്ട് എനിക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയത് ഇപ്പോഴൊക്കെയാണ്. എന്തായാലും നമ്മുടെ സ്കൂൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പം ഭൗതിക സൗകര്യങ്ങളും ഏറി വരുന്നു. ഈ 2 റൂമും നമുക്കൊരു ഹാളും ഇന്നിവിടെ അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. അതുകൂടെ കിട്ടുമ്പോൾ നമുക്ക് 16ഉം 2ഉം 18ഉം ഇന്നൊരു ഹാളും ആയി. അതിൽ ഈ 18 റൂമിൽ 17 റൂം നമുക്ക് ക്ലാസ് മുറിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ 700ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 683 കുട്ടികൾ എന്നാണ് കുഞ്ഞമ്മൻ സാർ പറഞ്ഞത്. ഈ കുട്ടികൾക്ക് മാക്സ് 40 വെച്ച് കൂട്ടുകയാണെങ്കിലുള്ള ക്ലാസ് റൂം ഇപ്പോൾ ഏകദേശമൊക്കെ ആയി തുടങ്ങി. പക്ഷേ പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമുക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. ഇന്ന് ഹൈടെക് യുഗത്തിലാണ് ഓരോ വിദ്യാലയം പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ലാബുകൾ വേണം. മുമ്പ് ഒരു LP സ്കൂളിലൊന്നും ലാബില്ല. മേലോട്ട് പോകുമ്പോൾ തന്നെ ഒരു ലാബ്, ഒരു ശാസ്ത്ര ലാബോ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലുള്ളൂ. ഇന്നതല്ല, ഇന്ന് പ്രൈമറി വിദ്യാലയങ്ങൾക്ക് പോലും ശാസ്ത്ര ലാബ്, പിന്നെ ഗണിത ലാബ്, IT ലാബ്, ഇങ്ങനെയുള്ള തരംതിരിച്ചുള്ള ലാബുകളുള്ള സ്കൂളുകളൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല
കുട്ടികൾക്ക് വിനോദത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വേണം. അതിലേറ്റവും പ്രധാനം ഗ്രൗണ്ട് സൗകര്യമാണെങ്കിൽ പിന്നെ അതിനുള്ള വിനോദ ഉപകരണങ്ങൾ വേണം. ഇതൊക്കെയുള്ള സ്കൂളുകൾ ഇന്ന് ഉണ്ട്. അതിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് എത്തണം. തീർച്ചയായിട്ടും ഇതിനൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് ഇത്രയും കാലം ഈ നാട്ടിലെ അനുഭവം കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി അതിനും കൂടി സാധിക്കട്ടെ, ആ അവസരത്തിൽ കൂടി പങ്കെടുക്കാനും നമുക്കൊക്കെ ഒന്നിച്ച് കൂടാനും കഴിയട്ടെ. ഏതായാലും ഇന്നും നിങ്ങൾ എന്നെ ഓർക്കുന്നു, എന്നെ കൈവിടാതെ ഒപ്പം കൂട്ടുന്നു എന്നുള്ളതിൽ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന്, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നമസ്കാരം. അക്കാദമിക മികവിൻ്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബഹുമാന്യയായ മുൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി മറീമ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫാത്തിമ റുഷ്ദ കേസി. ലിയ മെഹ്റ, അഭിഷ്മ, അനുഗ്രഹ, അനുഗ്രഹ, മിന മെഹർ, ഫാത്തിമ റിസ, ആയിഷ നഫ്ല, റിയ കെ കെ, അക്കാദമിക മികവിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ മർസൂഖിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജസ മെഹ്റി, ജസ നസ്രിൻ, ഫാത്തിമ നജ, അലങ്കൃത, ഫാത്തിമ നിയ, ഹന സെയ്ദ്, ആയിഷ മിൻഹ, സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി MTA പ്രസിഡന്റ് ശ്രീമതി സുലോചന വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലിറ്റിൽ മാസ്റ്റർ ക്ലാസ് ടോപ്പ്, ലിറ്റിൽ മാസ്റ്റർ ക്ലാസ് ടോപ്പേഴ്സ് LKGA അദ്വൈത്, LKGB റിഫാദ, UKGA മുഹമ്മദ് മിഹാൽ, UKGB ആദി സുരേഷ്,
Shammas, first standard A. Liban, first standard C. Fatima Hamda, second standard A. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി PTA വൈസ് പ്രസിഡന്റ് ശ്രീ മൻസൂറിനെ ക്ഷണിക്കുന്നു. ഷഫ്ന സമീർ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് B. മുഹമ്മദ് ഈസ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് C. Muhammad Rifat, third standard A. Shadil Viti, third standard B. Muhammad Ishan, third standard C. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി SMC മെമ്പർ ബഹുമാന്യനായ ശ്രീ മൊയ്തീൻ കുട്ടി മാസ്റ്ററെ ക്ഷണിക്കുന്നു. Fatima Fiba, fourth standard A. Fatima Salwa, fourth standard B. Dia Febin, fourth standard C. സമ്മാനങ്ങൾ വിതരണം ചെയ്ത ശ്രീ മൊയ്തീൻ കുട്ടി മാസ്റ്റർക്ക് സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. LKG UKG വിദ്യാർത്ഥികളുടെ ടാലന്റ് എക്സാം വിന്നേഴ്സ് 2023-24 വർഷത്തെ ടാലന്റ് എക്സാം വിന്നേഴ്സ് മിൻഹ ഫാത്തിമ KK, LKG A. ഫസ്റ്റ് റാങ്ക് നേടിയവർക്കുള്ള സമ്മാന വിതരണമാണ് വേദിയിൽ നടക്കുന്നത്. നൈൻസ, LKG A. അലൻ, LKG B. ഫാത്തിമ ഫർഹ, LKG B. ഫാത്തിമ ലിയ, LKG B. സമ്മാനങ്ങൾ നൽകുന്നതിനായി ഹെഡ് മാസ്റ്റർ ശ്രീ കുഞ്ഞു മുഹമ്മദ് മാഷെ ക്ഷണിക്കുന്നു. നിവേദ് KP, UKG A. ഐഷാൻ മെഹന, UKG A. സുഹദ ബത്തോൽ, UKG A. അഫീൻ റഹ്മാൻ, UKG B. ആദി സുരേഷ്, UKG B. സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി SMC മെമ്പർ ശ്രീ സദീവിനെ ക്ഷണിക്കുന്നു.
പ്രിയമുള്ളവരെ, ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപകൻ നജീം മാഷെ ആദരപൂർവ്വം ക്ഷണിക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്കൂളിൻ്റെ 106ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നമ്മുടെ സ്കൂളിൻ്റെ പേര് നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് മൻസൂർ കോയത്തങ്ങൾ, അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ഹംസ സാഹിബ്, നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ PK അബു തോഹിർ, കൂടാതെ നമ്മുടെ SMC അംഗം മൊയ്തീൻകുട്ടി മാസ്റ്റർ, നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് മർസു, അതേപോലെ നമ്മുടെ MTA പ്രസിഡന്റ് സുലോചന, നമ്മുടെ മുൻ പ്രധാനാധ്യാപികയായിരുന്ന മറിയമ്മ ടീച്ചർ, അങ്ങനെ ഈ വേദിയിൽ വന്ന് നമ്മുടെ ഈ പരിപാടി ഹൃദ്യമാക്കിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതിലേറെ നമ്മുടെ ഈ കുട്ടിയുടെ പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കും അത് വിജയിപ്പിക്കാൻ വേണ്ടി, അത് കാണുവാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ ഇവിടെ പിരിഞ്ഞതായി അറിയിക്കുന്നു.